കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കുരിശിന്റെ വഴിയിൽ കണ്ടുമുട്ടുന്ന അമ്മയുടെയും മകന്റെയും ചിത്രങ്ങൾ മാതൃപുത്ര ബന്ധത്തിന്റെ വികാര തീക്ഷ്ണതയാണ് വരച്ചു കാട്ടുന്നത്. ശരീരത്തിലെ അവസാനത്തുള്ളി രക്തവും ചിന്തിക്കൊണ്ട് യേശു പാപപരിഹാര ബലി പൂർത്തിയാക്കിയപ്പോൾ രക്തരഹിത രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു പരിശുദ്ധ മറിയം. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷകനായി യേശു കാൽവരയിൽ 3 ആണിമേൽ തറയ്ക്കപ്പെട്ടപ്പോൾ അതിൽ പൂർണ്ണ മനസ്സോടെ സഹകരിച്ച പരിശുദ്ധ മറിയം മാനവകുലത്തിന്റെ അമ്മയായി തന്റെ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ഗർഭധാരണ നിമിഷം മുതൽ ദൈവപുത്രന്റെ ഹൃദയമിടിപ്പുകൾ എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ദൈവമാതാവ് ദിവ്യസുതന്റെ ചേതനയറ്റ ശരീരം പുണർന്ന് കുരിശിൻ ചുവട്ടിലെത്തിയ നിമിഷത്തോളം ആ തുടിപ്പുകളോട് സഹകരിച്ചു. ആ സഹനയാത്രയിൽ മാനുഷികമായി ഉണ്ടായേക്കാവുന്ന സംശയങ്ങളും ആവലാതികളും വികാരങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയുടെ പീഡാനുഭവ വീക്ഷണങ്ങൾ എന്തെല്ലാം ആയിരുന്നിരുന്നേക്കാമെന്ന് നമുക്ക് ധ്യാനിക്കാം. അമ്മയുടെ കണ്ണുകളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പീലാത്തോസിന്റെ അരമനയിൽ വിചാരണ ചെയ്യാൻ കുറ്റവാളിയെ പോലെ നിർത്തപ്പെട്ട തന്റെ പ്രിയപുത്രനെ പരിശുദ്ധ മറിയം കാണുമ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിലൂടെ എന്തെല്ലാം കടന്നുപോയിട്ടുണ്ടാകാം. ഒറ്റിക്കൊടുക്കലിന്റെയും തള്ളിപ്പറയലിന്റെയും വിശ്വാസ വഞ്ചനയുടെയും നന്ദികേടിന്റെയും തിക്താനുഭവങ്ങൾക്കൊടുവിൽ ഭരണാധികാരികളുടെ മുൻപിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന തന്റെ മകന്റെ കൂടെ ആ അമ്മ അനുഭവിച്ച വികാര വിചാരങ്ങൾ അല്പമായി വിചിന്തനം ചെയ്യാം. 30-ാം വയസ്സിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമായി എന്നെ വിട്ട് പിതാവിന്റെ ഹിതം നിറവേറ്റാനായി ഇറങ്ങിത്തിരിച്ച എന്റെ ഏക മകൻ. വിശ്വസ്തരും തീക്ഷ്ണമതികളുമായ ശിഷ്യന്മാരുടെ ഒരു ഗണം മകന്റെ ഒപ്പമുണ്ട് എന്നതിൽ ഞാൻ എത്രമാത്രം ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. 3 വർഷക്കാലം ഊണിലും ഉറക്കത്തിലും എൻ്റെ മകന്റെ ഒപ്പമുണ്ടായിരുന്ന അവർ എനിക്കും മക്കളെപ്പോലെയായിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ പറ്റി പറയുമ്പോഴൊക്കെ എൻ്റെ മകന്റെ മുഖത്ത് നിഴലിച്ചിരുന്ന അഭിമാനവും ആനന്ദവും എന്നെയും അഭിമാനം കൊള്ളിച്ചിരുന്നു. സെഹിയോൻ മാളികയിൽ ശിഷ്യരുമൊത്ത് ഭക്ഷിച്ച അവസാന അത്താഴവേളയിൽ എൻ്റെ മകൻ അവരുടെ പാദങ്ങൾ കഴുകിയതും തൻ്റെ ശരീരവും രക്തവും അവർക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയതും അവരെ സ്നേഹപൂർവ്വം ആശ്വസിപ്പിക്കുകയും തനിക്ക് വരാൻ പോകുന്ന പീഡാനുഭവങ്ങളെപ്പറ്റി അവരോട് പ്രവചിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മകൻ അനുഭവിച്ച കടുത്ത ദുഃഖം എന്നെ എത്രയോ ആഴത്തിൽ അലട്ടി. ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കവേ തീവ്രമായ ദുഃഖത്താൽ എൻ്റെ മകൻ ചിന്തിയ വിയർപ്പ് തുള്ളികൾ എന്നെ പരവേശത്തിൽ ആഴ്ത്തി. ഖേദകരമായ അവസ്ഥയിലൂടെ കടന്നുപോകവേ തന്നെ ബലപ്പെടുത്താനും ധൈര്യം പകരാനും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉദാസീനരായി തളർന്നുറങ്ങുന്ന ശിഷ്യന്മാരെ കണ്ടപ്പോൾ എൻ്റെ മകൻ എന്തുമാത്രം വ്യസനിച്ചു. ഒടുവിൽ സ്നേഹിച്ച് കൂടെ നിർത്തി സുവിശേഷം പഠിപ്പിച്ച് ഒരേ മേശയിൽ നിന്ന് തനിക്കൊപ്പം ഭക്ഷിച്ച യൂദാസിന്റെ നേതൃത്വത്തിൽ ഈശോയെ ബന്ധനസ്ഥരാക്കാനെത്തിയ ജനക്കൂട്ടം ഗുരുവെന്നോ നാഥനെന്നോ പദവി നോക്കാതെ പരസ്പരം ആലിംഗനം ചെയ്തും ചുംബിച്ചും സ്നേഹിതരെ പോലെ പെരുമാറിയിരുന്ന യൂദാസ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ എൻ്റെ മകനെ ചുംബിച്ചു. ആ ഒറ്റ ചുംബനം അപ്രതീക്ഷിതമായിരുന്നില്ലെങ്കിലും എൻ്റെ മകൻ ആ സമയം നേരിട്ട കടുത്ത മാനസിക സംഘർഷം ഞാനും അനുഭവിച്ചു. ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന എൻ്റെ പുത്രൻ്റെ ഒരു ചോദ്യത്തിൽ അടങ്ങിയിരുന്ന തീവ്ര വികാരങ്ങൾ എന്നിൽ പിടിമുറുക്കി. 7 770 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച എൻ്റെ പുത്രൻ്റെ വാക്കുകൾ മറന്ന്
പ്രധാന പുരോഹിതന്റെ സേവകന്റെ വലത്തു ചെവി ഛേദിച്ച ശിഷ്യന്മാരിൽ ഒരുവന്റെ പ്രവൃത്തി എൻ്റെ പൊന്നുമകനെ തളർത്തിക്കളഞ്ഞു. ശിഷ്യന്മാർക്ക് അവൻ പഠിപ്പിച്ചു കൊടുത്ത സ്നേഹത്തിന്റെ പുതിയ കൽപ്പനയും ക്ഷമയുടെ പാഠങ്ങളുമെല്ലാം വേഗത്തിൽ മറന്നുകളയുന്ന നിസ്സഹായരായ മനുഷ്യരോട് എനിക്ക് അനുകമ്പ തോന്നി. സ്വയം മരണവേദനയുടെ പിടിയിൽ അമരുമ്പോഴും ചെവി ഛേദിക്കപ്പെട്ട് രക്തമൊലിച്ചു നിന്ന സേവകനെ തൊട്ടു സുഖപ്പെടുത്തിയ എൻ്റെ മകൻ താൻ പ്രഘോഷിച്ച ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്നതിൽ ഞാൻ അഭിമാനപൂരിതയായ നിമിഷങ്ങളായിരുന്നു അവ. ഒടുവിൽ നിങ്ങൾ തേടുന്ന നസ്രായനായ യേശു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ച് ശത്രുക്കൾക്ക് തൻ്റെ കരങ്ങൾ ബന്ധിക്കാനായി നീട്ടി നൽകിയ യേശുവിനൊപ്പം ഞാനും ഒരിക്കൽ കൂടി ആ സ്വർഗീയ പദ്ധതിക്കായി എൻ്റെ മനസ്സിൻ്റെ എല്ലാ അഭിലാഷങ്ങളെയും അടിയറവ് വച്ചു. പ്രധാന പുരോഹിതൻ്റെയും ഹേറോദേസിൻ്റെയും പീലാത്തോസിൻ്റെയും മുന്നിൽ മാറി മാറി വിചാരണകൾ നേരിട്ട എൻ്റെ മകൻ കുറ്റാരോപിതനായി നിൽക്കുന്ന രംഗങ്ങൾ എന്നെ ഏറെ ചിന്തിപ്പിച്ചു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. പാപമില്ലാത്തവൻ പാപങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു. He has threatened to destroy the temple of our Lord. അതിനിടയിൽ രഹസ്യമായി യേശുവിനെ പിന്തുടർന്ന പത്രോസ് യേശുവിനോടൊപ്പം മരിക്കാൻ വരെ തയ്യാറാണെന്ന് പ്രസ്താവിച്ച ശിഷ്യ സമൂഹത്തിന്റെ തലവൻ 3 പ്രാവശ്യം എൻ്റെ മകനെ തള്ളിപ്പറഞ്ഞത് ഒരു ഞടുക്കത്തോടെ ഞാൻ ഉൾക്കൊണ്ടു. യേശു പറഞ്ഞിരുന്നത് പോലെ കോഴി കൂവുന്നതിന് മുൻപ് തന്നെ പത്രോസ് 3 പ്രാവശ്യം ഗുരുവിനെ നിഷേധിച്ചു. സങ്കടവും വേദനയും ഏറി വന്നെങ്കിലും സ്നേഹവായ്പകളോടെയും ആർദ്രതയോടെയും എൻ്റെ മകൻ പത്രോസിനെ നോക്കി. മനം നൊന്ത് പൊട്ടിക്കരഞ്ഞ പത്രോസിനോട് എനിക്ക് അതിയായ സ്നേഹവും വാത്സല്യവും തോന്നി. ബലഹീനതകളിലും പ്രതികൂലങ്ങളിലും വിശ്വാസസ്ഥിരത നഷ്ടപ്പെടുന്ന ഇതുപോലെ എത്രയോ മനുഷ്യർ. അവർക്കെല്ലാവർക്കും വേണ്ടി എന്നേക്കുമായി പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെടേണ്ട എൻ്റെ അരുമസുതൻ. ആ ബലിയിൽ ദൈവഹിതാനുസൃതം പരാതി കൂടാതെ സഹകരിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ടിരുന്നു. യഹൂദരുടെ നിർബന്ധത്തിന് വഴങ്ങി പീലാത്തോസ് ഈശോയെ ചമ്മട്ടിയടിക്ക് വിധിച്ചു. കൊടും കുറ്റവാളികളെ ശിക്ഷിക്കുന്ന പ്രത്തോറിയത്തിലെ സ്തംഭത്തിൽ മൃഗങ്ങളോട് പോലും ആരും കാണിക്കില്ലാത്ത തരത്തിലുള്ള ക്രൂരതകൾ യേശുവിനോട് ചെയ്തപ്പോൾ അവയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആദ്യന്തം വിശ്വാസ ദൃഢതയോടെ നിലകൊണ്ട പരിശുദ്ധ മറിയം കുരിശിന്റെ വഴിയിലെ ആദ്യ ചുവടുകൾ എത്രയും ധീരതയോടെയും വിശുദ്ധിയോടെയും വിജയകരമായി പൂർത്തിയാക്കുകയായിരുന്നു. ആന്തരികമായ ആത്മീയ സംഭാഷണത്താൽ ഞാൻ എപ്പോഴും എൻ്റെ ദിവ്യപുത്രനോട് ഐക്യപ്പെട്ടിരുന്നു. തന്നെ ദ്രോഹിക്കുന്നവർക്കായുള്ള എൻ്റെ മകൻ്റെ അനുസ്യൂതമായ പ്രാർത്ഥനകളിൽ ഞാനും പങ്കുചേർന്നു. രോഷാകുലരായിരുന്ന ജനത്തിന് നടുവിലൂടെ ഭടന്മാർ യേശുവിനെ ഫോറത്തിലേക്ക് കൊണ്ടുപോയി. ശിക്ഷ നടപ്പിലാക്കാൻ നിയുക്തരായവർ കൊണ്ടുവന്ന ചാട്ട, വടി, കയർ എന്നിവ എന്നെ ആകുലചിത്തയാക്കി. ഒരെതിർപ്പും കാട്ടാതെ ഏറ്റവും വിനയാന്വിതനായും പരാതികൾ ഇല്ലാതെയും ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തെത്തിയ എൻ്റെ പൊന്നു മകനെ അവർ തൂണിൽ ചേർത്ത് ബന്ധിച്ച ശേഷം മൃഗീയമായ രീതിയിൽ അവർ എൻ്റെ മകനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. സത്യദൈവവും സത്യമനുഷ്യനുമായ ദൈവപുത്രൻ യേശു മർദ്ദനമേറ്റ് പുളഞ്ഞു. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയുള്ള തുടർച്ചയായ പ്രഹരങ്ങളുടെ നിഷ്ഠൂര ശബ്ദങ്ങളും വേദനയാൽ പുളഞ്ഞുകൊണ്ടുള്ള എൻ്റെ കുഞ്ഞിൻ്റെ നിലവിളികളും അന്തരീക്ഷത്തിൽ മാറ്റൊലികൊണ്ടു. ശിശുവായിരുന്ന യേശുവിൻ്റെ കരച്ചിലുകൾ ഒരു നിമിഷം ഞാൻ ഓർത്തു.
ആ കരച്ചിൽ അടക്കാനായി ഞാൻ ഉണ്ണിയേശുവിനെ കൈകളിൽ വാരി പുണർന്നിരുന്നതും എൻ്റെ മാതൃകരവലയത്തിൽ എൻ്റെ കുഞ്ഞു പൈതൽ ആശ്വാസം കണ്ടെത്തിയിരുന്നതുമായ നാളുകൾ ഇപ്പോൾ 30 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ അവൻ ഇന്നും എൻ്റെ കുഞ്ഞാണ്, എൻ്റെ ഏക മകൻ. അവൻ്റെ അടുത്തെത്താനും അവനെ ഒന്ന് പുണരാനും ആശ്വസിപ്പിക്കാനും ഞാൻ ആഗ്രഹിച്ചു. അതീവ ദുഃഖിതയായിരുന്ന എന്നെ എൻ്റെ കുഞ്ഞ് ഒരു പ്രാവശ്യം മുഖം തിരിച്ച് നോക്കി. ഞാൻ എൻ്റെ കരങ്ങൾ അവന് നേരെ നീട്ടി. അവൻ്റെ രക്തപങ്കിലമായ നയനങ്ങളാൽ അവൻ എൻ്റെ നേരെ നോക്കി ഇപ്രകാരം പറയാതെ പറയുന്നത് പോലെ എനിക്ക് തോന്നി, അമ്മേ, സർവ്വനീതിയും പൂർത്തിയാകേണ്ടതിന് ഇവയെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ചമ്മട്ടിയടിയേറ്റ് എൻ്റെ പുത്രൻ്റെ പാവന ശരീരം കീറി മുറിഞ്ഞു. അതിദയനീയവും ഭീകരവുമായ കാഴ്ചകൾ എൻ്റെ വ്യാകുല ഹൃദയത്തെ കൂടുതൽ ദുഃഖപൂരിതമാക്കി. കർണഭേദകമായിരുന്ന പീഡകൾ ഇടതടവില്ലാതെ തുടർന്നു. എൻ്റെ മകൻ്റെ മനുഷ്യരൂപം മാറി പാടെ വികൃതവും വിരൂപവുമായി കാണപ്പെട്ടു. തീവ്ര മനോവേദയാൽ എനിക്ക് ബോധക്ഷയം സംഭവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയന്നു. പക്ഷേ സകല മനുഷ്യരുടെയും രക്ഷ സാധ്യമാകുന്നതിനും ദൈവിക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നതിനും വേണ്ടി എൻ്റെ മാതൃത്വത്തിൻ്റെ സ്വാർത്ഥപരമായ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണെന്ന വസ്തുത എന്നെ ധൈര്യപ്പെടുത്തി. ദുഃഖം കാർന്നു തിന്നുമ്പോഴും എൻ്റെ മകനുമായുള്ള ആത്മീയ കൂട്ടായ്മയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ ഈശോയെ കാവൽപ്പുരയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. തൂണിനരികെ തളം കെട്ടി നിന്ന എൻ്റെ കുഞ്ഞിൻ്റെ രക്തം മുഴുവൻ ഞാൻ തുടച്ചെടുത്തു. മനുഷ്യ വിമോചനത്തിനായി എൻ്റെ മകൻ ചിന്തിയ രക്തത്തിൽ എൻ്റെ കരസ്പർശം വെക്കാനായതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പീഡകരുടെ ക്രൂരതയും ആവേശവും വീണ്ടും വർദ്ധിച്ചു. മുള്ളുകളുള്ള 3 ശിഖരങ്ങൾ തമ്മിൽ മെടഞ്ഞ് തലയിൽ തറഞ്ഞു കയറത്തക്ക വിധം മുള്ളുകൾ ഉള്ളിലേക്ക് വെച്ചിരുന്ന മുൾമുടി എൻ്റെ കുഞ്ഞിൻ്റെ ശിരസിൽ അവർ തറച്ചു കയറ്റി. ഒരു രാജാവിനെ വാഴിക്കുന്ന ഭാവത്തിൽ നിന്ദിച്ചും പരിഹസിച്ചും പട്ടാളക്കാർ രാജാതിരാജാവായ എൻ്റെ മകനെ അതിക്രൂരമായി പീഡിപ്പിച്ചു. മുള്ളുകൾ തുളച്ചു കയറുന്നതിനനുസരിച്ച് രക്തം ധാരധാരയായി ഒഴുകുന്ന എൻ്റെ പൊന്നോമന പുത്രൻ്റെ നെറ്റിത്തടത്തിൽ കുഞ്ഞുനാളിൽ എന്ന പോലെ ഒരു ചുംബനം നൽകാൻ ഞാൻ എന്തുമാത്രം ആശിച്ചു. വീണ്ടും ജനങ്ങളുടെ ആക്രോശങ്ങൾ എൻ്റെ കാതുകളിൽ പതിച്ചു. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ദൈവമേ, എനിക്കിത് താങ്ങാൻ കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ വ്യഭിചാരിണിയെയും പാപികളെയും ലോകവിധികളുടെ നിയമശിക്ഷകളിൽ നിന്നും രക്ഷിച്ച നീതിമാനായ തൻ്റെ പുത്രന് ലോകം വിധിച്ചത് കുരിശാണല്ലോ. ദൈവമേ, എൻ്റെ പുത്രൻ ഏറ്റെടുക്കുന്ന ഈ കുരിശിൻ്റെ മഹത്വം ലോകം മുഴുവൻ അറിയപ്പെടുകയും എല്ലാ മനുഷ്യരും ആ കുരിശിൻ്റെ രക്ഷ സ്വന്തമാക്കുകയും ചെയ്യട്ടെ. ജനങ്ങളുടെ ആവശ്യപ്രകാരം യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. ചലനശേഷി നഷ്ടപ്പെടാത്തതിനാലും ശ്വാസം നിലയ്ക്കാത്തതിനാലും മാത്രം ജീവാംശം തിരിച്ചറിയാവുന്ന അർദ്ധപ്രാണ ശരീരത്തോടു കൂടി അവിടുത്തെ മുൻപിൽ കുരിശ് വച്ചു നീട്ടപ്പെട്ടു. പരിശുദ്ധരിൽ പരിശുദ്ധനായവന്റെ കരസ്പർശത്താൽ അപമാനത്തിന്റെയും മരണത്തിന്റെയും അടയാളമായിരുന്ന കുരിശ് മഹത്വത്തിന്റെയും ജീവന്റെയും അടയാളമായി രൂപാന്തരപ്പെട്ട ആ കാൽവരി യാത്രയിൽ നിശബ്ദമെങ്കിലും അവിഭാജ്യ സാന്നിധ്യമായിരുന്ന ഏറ്റവും പരിശുദ്ധിയായ അമ്മ അനുഭവിച്ച അവർണ്ണനീയമായ സഹനങ്ങൾ ആ മാതൃഹൃദയത്തെ പിളർക്കുന്ന മൂർച്ചയേറിയ കൂരമ്പുകളായിരുന്നു. Crucify him! രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന എൻ്റെ പൊന്നു മകനെ അവർ അങ്കണമധ്യത്തിലേക്ക് കൊണ്ടുവന്നു.
കുഞ്ഞുനാൾ മുതലേ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തനായിരുന്ന എൻ്റെ കുഞ്ഞ് തനിക്ക് മേൽ അന്യായമായി ചുമത്തപ്പെട്ട ഭാരമുള്ള കുരിശിൻ്റെ അടുത്തു ചെന്ന് മുട്ടുകുത്തി പരിശുദ്ധമായ തൻ്റെ കരങ്ങൾ കൊണ്ട് കുരിശിനെ ആശ്ലേഷിച്ച് ചുംബിച്ചു. രക്ഷാകര ദൗത്യം ആരംഭിച്ചതിൽ പിതാവിന് നന്ദി പറയുകയാണ് മകനെന്ന് മനസ്സിലാക്കിയ ഞാനും കണ്ണുനീരോടെ ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് ഉപകരണമായി മാറേണ്ട ആ കുരിശിനെ ഞാനും മനസ്സിൽ സ്നേഹവായ്പകളോടെ ആശ്ലേഷിച്ചു. സ്വയം നീങ്ങുവാൻ ശേഷിയില്ലാതിരുന്ന എൻ്റെ പുത്രൻ കുരിശോടുകൂടി മുന്നോട്ടു നീങ്ങുന്ന ഹൃദയഭേദകമായ കാഴ്ച കണ്ണുനീരോടെ നോക്കി നിൽക്കുമ്പോഴും ദൈവഹിതം നിറവേറ്റപ്പെടാനായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാജാക്കന്മാരുടെ രാജാവിൻ്റെ ജൈത്രയാത്ര അങ്ങനെ ആരംഭിച്ചു. ഭൂമിയിൽ ഏറ്റവും അപമാനകരവും സ്വർഗത്തിൽ മഹനീയവുമായ യാത്ര. ദിവസങ്ങൾക്ക് മുൻപ് ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നടത്തിയ യേശുവിന് ജനങ്ങൾ നൽകിയ പ്രൗഢോജ്വലമായ വരവേൽപ്പ് അവൻ്റെയും എൻ്റെയും ഓർമ്മകളിൽ നിറഞ്ഞു നിന്നു. ഭൂരിപക്ഷത്തോട് ചേർന്ന് നിറം മാറുന്ന പാവം മനുഷ്യരുടെ ദൗർബല്യങ്ങളിൽ എനിക്ക് അലിവ് തോന്നി. ഓശാന പാടി അന്ന് എതിരേറ്റവരിൽ ഏറെയും ഇന്ന് എതിർപക്ഷത്താണ്. പലരും ഒരു കൊടും കുറ്റവാളിയുടെ മരണശിക്ഷയ്ക്ക് ശക്തമായ പിന്തുണ അറിയിക്കാൻ എന്നോണം വഴിയോരങ്ങളിൽ നിരന്നു നിന്നു. ജെറുസലേമിലേക്ക് ബാലനായ യേശുവിനൊപ്പം നടത്തിയിരുന്ന യാത്ര എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു നിന്നു. കുരിശിൽ തറയ്ക്കപ്പെട്ട കുറ്റവാളികളുടെ ദൃശ്യങ്ങൾ കണ്ട് ഭയന്നരണ്ട യേശുവിനെ മാറോട് ചേർത്തണച്ച് ആശ്വസിപ്പിച്ചത് ഞാൻ ഓർത്തു. അവൻ്റെ വളർത്തുപിതാവായ ജോസഫും അവനെ ധൈര്യപ്പെടുത്തിയിരുന്നതും വാത്സല്യത്തോടെ പരിപാലിച്ചിരുന്നതുമെല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നു. ജോസഫ് അവനെ പഠിപ്പിച്ച മരപ്പണിയിൽ അവൻ വിദഗ്ധനായിരുന്നു. മരത്തടികൾ കൊണ്ട് വിസ്മയകരങ്ങളായ വസ്തുക്കൾ ഉണ്ടാക്കിയിരുന്ന തൻ്റെ മകൻ ഒടുവിൽ ഇതാ മരത്തടി കൊണ്ടുള്ള കുരിശും വഹിച്ച് സ്വയം മരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. മുഴുവൻ ശക്തിയും ചോർന്ന് കുരിശും കൊണ്ട് തളർന്നു വീഴുകയാണ് അവൻ. ഇനിയും കണ്ടു നിൽക്കാനാകില്ല. എനിക്ക് അവൻ്റെ അടുത്തെത്തണം. ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവിക പദ്ധതിയിൽ ഉടനീളം താൻ കൂടെയുണ്ടെന്ന് അവനോട് പറയണം. പടയാളികൾക്കിടയിലൂടെ ഞാൻ സർവവും മറന്ന് കാലിടറി വീണ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഓടിയെത്തി. അനുകമ്പയോടും ദുഃഖത്തോടും കൂടിയ അവൻ്റെ നോട്ടം എൻ്റെ അന്തരംഗങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങി. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിളനിലമായ എൻ്റെ മകൻ, ലോകചരിത്രം മാറ്റിമറിച്ച അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ, നിശബ്ദതയുടെ ശ്രേഷ്ഠ ഭാഷയിൽ ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ മകനുമായുള്ള കൂടിക്കാഴ്ചയുടെ ഏതാനും നിമിഷങ്ങൾ എൻ്റെ ആത്മാവിൽ എന്തെന്നില്ലാത്ത ഒരു കുളിർമ പകർന്നു. മാനവരാശിയോടുള്ള സ്നേഹത്താലും ദൈവപിതാവിനോടുള്ള വിധേയത്വത്താലും താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിലുള്ള അവൻ്റെ ഹൃദയത്തിൻ്റെ സമർപ്പണവും കൃതാർത്ഥതയും ഞാൻ ദർശിച്ചു. ദൈവപുത്രന് ജന്മം നൽകിയതിൽ ഞാൻ അഭിമാനപൂരിതയായ നിമിഷങ്ങളായിരുന്നു അവ. ശാരീരികമായി അവനിൽ നിന്ന് വീണ്ടും അകലേണ്ടി വന്നെങ്കിലും ആ കൂടിക്കാഴ്ച ഞങ്ങളുടെ മാതൃപുത്ര ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തി. ബലി പൂർത്തിയാകാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ആ ബലിക്കായി എൻ്റെ മകൻ പ്രകടിപ്പിച്ച നിശ്ചയദാർഢ്യവും സ്ഥിരതയും കൂടുതൽ ആഴത്തിൽ തിരിച്ചറിഞ്ഞ ഞാൻ പൂർവാധികം പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും കാൽവരി യാത്രയിൽ മുന്നേറിക്കൊണ്ടിരുന്നു. യേശുവിന്റെ കുരിശിനരികെ നിന്ന അമ്മയെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. അതെ, സ്വന്തം ജീവനേക്കാൾ അധികമായി പുത്രനെ സ്നേഹിച്ചിരുന്ന ആ മാതാവ്
ദുഃഖസാഗരത്തിൽ മുങ്ങിയ അവസ്ഥയിലും പ്രശാന്ത ഗംഭീരമായി കുരിശിൻ ചുവട്ടിൽ നിലകൊള്ളുകയാണ്. സുസ്ഥിരമായ ധൈര്യവും നിസ്തുലമായ ക്ഷമയും ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വവും കൊണ്ട് അലങ്കൃതയായ ആ അമ്മയെ തന്നെ ഒടുവിൽ രക്ഷകൻ മാനവരാശിക്ക് മുഴുവൻ അമ്മയായി നൽകി. സ്വന്തം ജീവനെയും സ്വന്തം അമ്മയെയും മനുഷ്യർക്കായി നൽകി ഒടുവിൽ ആ ചരിത്ര ബലി പൂർത്തിയാക്കപ്പെട്ടു. വിറയ്ക്കുന്ന ശരീരവും രക്തമൊഴുകുന്ന കൈകാലുകളുമായി എൻ്റെ ദിവ്യസുതൻ കാൽവരി യാത്രയുടെ അവസാന ഭാഗം താണ്ടുകയാണ്. പിച്ചവെച്ച് നടക്കാൻ പഠിക്കുന്ന ശിശുവിനെ പോലെ എപ്പോൾ വേണമെങ്കിലും നിലം പതിച്ചേക്കാവുന്ന രീതിയിൽ ചെറിയ ചുവടുകൾ വെച്ച് നീങ്ങുന്ന അവൻ്റെ ചിത്രം വീണ്ടും എന്നിൽ അവൻ്റെ കുഞ്ഞുനാളിലെ സ്മരണകൾ ഉണർത്തി. വീഴുമ്പോൾ ഓടിച്ചെന്ന് കുഞ്ഞീശോയെ വാരിപ്പുണർന്നിരുന്നത് ഞാൻ ഓർത്തു. പിതാവിൻ്റെ ഹിതം നിറവേറപ്പെടട്ടെ എന്ന് ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടുകൾ അറുക്കപ്പെടുന്നതിൻ്റെ കാഹളം മുഴങ്ങിയത് എന്നെ ഓർമ്മകളുടെ ലോകത്തു നിന്നും മടക്കി കൊണ്ടുവന്നു. രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന നിയമം പൂർത്തീകരിച്ചുകൊണ്ട് പെസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്ന അതേ സമയത്ത് എൻ്റെ മകൻ മനുഷ്യപാപങ്ങൾക്കായി എന്നേക്കുമായി ബലിയർപ്പിക്കപ്പെടുന്ന പെസഹ കുഞ്ഞാടാകാൻ പോകുന്നു. കാൽവരിയുടെ ഉച്ചിയിലേക്ക് കുരിശുയാത്ര എത്തി. എൻ്റെ പുത്രന്റെ ബലിവേദി ഞാൻ ഉറ്റുനോക്കി. ഭീതിതമായ ദൃശ്യങ്ങൾ എൻ്റെ ഹൃദയം തകർക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. കുരിശ്, ചുറ്റിക, കയർ, ആണി. ഉന്മത്തരായി ശാപവാക്കുകൾ വർഷിച്ച് ദൈവദൂഷണം പറഞ്ഞ് കൊലപാതകം ചെയ്യുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്ന കൊടും ക്രൂരരായ പടയാളികൾ. എൻ്റെ മകൻ ഇനിയും അനുഭവിക്കേണ്ട അസഹ്യമായ കൊടും പീഡകളോർത്ത് എൻ്റെ ഹൃദയം പിളരുന്നതായി എനിക്ക് തോന്നി. എൻ്റെ മകനെ കുരിശു ചുമക്കാൻ സഹായിച്ച ശിമയോന്റെ കരങ്ങളിൽ സ്പർശിച്ച് അവനെ അനുഗ്രഹിക്കുകയും അവനോട് നന്ദി പറയുകയും ചെയ്യുന്ന എൻ്റെ പൊന്നുമകൻ്റെ ശ്രേഷ്ഠ വ്യക്തിത്വം എന്നിൽ അത്ഭുതം ഉളവാക്കി. ഈ നീതിമാനായ മനുഷ്യൻ കുരിശുമരണം അർഹിക്കുന്ന എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചിന്തിക്കുന്ന ശിമയോനെ ഞാൻ ശ്രദ്ധിച്ചു. ശിമയോനും ലോകത്തിലെ എല്ലാ മനുഷ്യരും ചെയ്ത തെറ്റുകളാണ് എൻ്റെ മകനെ കുരിശുമരണത്തിന് അർഹനാക്കിയതെന്ന് അവൻ അറിയുന്നില്ലല്ലോ. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന എൻ്റെ മകന്റെ വസ്ത്രങ്ങൾ അവർ വലിച്ചൂരി. അസഹ്യമായ വേദനയാൽ എൻ്റെ കുഞ്ഞ് പുളയുകയാണ്. മുറിവുകളിൽ നിന്നെല്ലാം രക്തം ചീറ്റുന്നു. അരക്കച്ച മാത്രം ശേഷിച്ച അവൻ്റെ പൂമേനി ഒരു ആലില പോലെ വിറയ്ക്കുകയാണ്. കൊല്ലപ്പെടാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിശബ്ദനായി എല്ലാം സഹിച്ച എൻ്റെ മകൻ്റെ രക്തവർണമായ ശരീരം ഞാൻ മനസ്സിൽ പൂജിച്ചു. അനുഗ്രഹിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും മാത്രം തുറന്നു പിടിച്ച ആരാധ്യമായ ആ പരിശുദ്ധ കരതലത്തിൽ കാരിരുമ്പാണി ഇരുമ്പു ചുറ്റിക കൊണ്ട് ആഴത്തിൽ അടിച്ചു കയറ്റി. ഇരുമ്പാണികൾ ഓരോന്നും തുളച്ചു കയറുന്ന പ്രഹരത്തിൽ എൻ്റെ കുഞ്ഞ് കൊടും വേദനയാൽ പുളയുകയും നടുക്കുന്ന നൊമ്പരത്താൽ വിതുമ്പുകയും ചെയ്തു. എൻ്റെ പ്രിയപുത്രൻ്റെ കൈകളിലും കാലുകളിലും ചുറ്റിക ഉയരുന്നതും താഴുന്നതും നോക്കി നിന്ന എൻ്റെ മനസ്സ് മരവിച്ചു. അവൻ അനുഭവിക്കുന്ന പീഡയും അപമാനവും പരിഹാസവും ദുസ്സഹ വേദനയും. ദൈവമേ, എല്ലാം പൂർത്തിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എൻ്റെ കുഞ്ഞിന് ശക്തി നൽകണമേ എന്നും ഘാതകരോട് ക്ഷമിക്കണമേ എന്നുമുള്ള പ്രാർത്ഥന കണ്ണുനീർ തുള്ളികളായി സ്വർഗത്തിലേക്ക് ഉയർന്നു. യേശുവിൻ്റെ കുരിശ് നാട്ടാനായി ശ്രമങ്ങൾ ആരംഭിച്ചു. കയർ പിടിച്ചു വലിക്കുന്നതിനിടയിൽ വേദന കടിച്ചമർത്തി കരയുന്ന എൻ്റെ പൊന്നുമകൻ. ക്രൂരമർദ്ദനം മൂലം സ്ഥാനം തെറ്റിയ അവൻ്റെ എല്ലുകൾ വീണ്ടുമുണ്ടായ പ്രഹരത്തിൽ അവന് അസഹ്യമായ വേദന ഉളവാക്കി. അവൻ്റെ മുറിവുകൾ വീണ്ടും തുറക്കപ്പെട്ടു. ഗർവിഷ്ഠരായ ഫരിസേയർ, അധിക്ഷേപമുയർത്തുന്ന പട്ടാളക്കാർ, അഹന്തയോടെ ആക്രോശിക്കുന്ന യഹൂദ ജനം,
ആ പരിശുദ്ധ ബലിവേദിയുടെ ചുറ്റും കൂടിയിരുന്ന ജനാവലിയുടെ മുൻപാകെ കുരിശ് വിഹായസിൽ ഉയർന്ന് അന്തരീക്ഷത്തിൽ ആടിയുലഞ്ഞ് വലിയ ശബ്ദത്തോടെ കുഴിയിൽ നിപതിച്ചു. രക്ഷയുടെ പ്രതീകമായ അതിലേക്ക് ഉറ്റുനോക്കിയ ഞാൻ അതിരറ്റ ഹൃദയാനന്ദം അനുഭവിച്ചു. ഞാൻ നെയ്തുണ്ടാക്കിയ എൻ്റെ പുത്രൻ്റെ മേലുടുപ്പിനു വേണ്ടി പടയാളികൾ ചിട്ടിയിട്ടു. കുരിശിൽ കിടന്ന അവസാന നിമിഷങ്ങളിൽ എൻ്റെ പുത്രൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ല കള്ളനെ ആശ്വസിപ്പിച്ചു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ അവന് അവർ കയ്പുനീര് കുടിക്കാൻ നൽകി. പ്രാണൻ പിരിയും മുൻപേ കുരിശിൻ ചുവട്ടിൽ നിന്ന എന്നോട് അവന്റെ ശിഷ്യൻ യോഹന്നാനെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് അവൻ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. എനിക്ക് മനസ്സിലായി, എൻ്റെ പുത്രന്റെ രക്ഷയിൽ പങ്കുപറ്റി ദൈവമക്കളായി പുതുജനനം പ്രാപിക്കുന്ന ഏവർക്കും ഞാനും അമ്മയായി തീരുമെന്ന്. എൻ്റെ പുത്രന്റെ അമ്മയാകാനുള്ള ദൈവഹിതത്തോട് സമ്മതം പറഞ്ഞതുപോലെ എൻ്റെ പുത്രൻ മരണത്തിനു മുൻപായി ഭരമേൽപ്പിച്ച ആത്മീയ മാതൃത്വത്തോട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് മനസ്സിൽ ഞാൻ പ്രത്യുദ്ധരിച്ചു. എൻ്റെ മകൻ്റെ പരിശുദ്ധ ശരീരം വിറച്ച് വിളറി വിവർണമായി. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മരണവേദനയാൽ പുളയുന്നതിനിടയിൽ അവൻ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും അവൻ്റെ വാക്കുകൾ പ്രതിധ്വനിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ തല കുനിച്ച് ജീവൻ വെടിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും മുഴുവൻ മനുഷ്യർക്കായി ഒരുവൻ ബലിയാക്കപ്പെട്ടു. എൻ്റെ പ്രാണനായവൻ്റെ മൃതശരീരം എൻ്റെ മടിയിൽ കിടത്തുന്നതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. മംഗളവാർത്ത ലഭിച്ചതു മുതൽ എൻ്റെ ഹൃദയമിടിപ്പുകൾ ആർക്കു വേണ്ടിയായിരുന്നുവോ അവൻ ഹൃദയമിടിപ്പ് നിലച്ച് നിശ്ചലനായി എൻ്റെ മടിയിൽ. അവൻ്റെ ഗർഭധാരണം മുതലുള്ള ഓരോന്നും എൻ്റെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു. ഇപ്പോൾ എല്ലാം പൂർത്തിയായി. അവനെ ദൈവം ഏൽപ്പിച്ച ദൗത്യം അവൻ നിറവേറ്റി. എന്നെ ദൈവം ഇതുവരെ ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയതിൻ്റെ കൃതാർത്ഥതയിൽ എൻ്റെ അരുമസുതൻ്റെ മേനിയിൽ ഞാൻ അന്ത്യചുംബനം അർപ്പിച്ചു. മാതൃത്വത്തിന്റെ മനുഷ്യ സഹജമായ എല്ലാ ഭാവങ്ങളെയും ദൈവഹിതത്തിന് സമർപ്പിച്ച് കുരിശിൻ ചുവട്ടിൽ ലോകം മുഴുവന്റെയും ആത്മീയ മാതൃത്വം ഭരമേൽപ്പിക്കപ്പെട്ട സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞി പരിശുദ്ധ കന്യകാ മറിയം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം നിറവേറട്ടെ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് ജീവിതം മുഴുവൻ ദൈവത്തിന് സജീവ ബലിയായി സ്വയം സമർപ്പിച്ച ആ മാതാവ് സീമാതീതമായ വ്യാകുലങ്ങൾ അതിജീവിച്ച് കുരിശിൻ ചുവട്ടിൽ രക്തരഹിതമായ രക്തസാക്ഷിത്വം വരിച്ച് മകന്റെ ബലിയർപ്പണം പൂർത്തിയാക്കുന്നതിൽ സഹകരിച്ചു. കുരിശിൽ മനുഷ്യവർഗത്തിന് സംജാതമായ സൗജന്യ രക്ഷയിൽ മനുഷ്യമക്കൾ എല്ലാവരും പങ്കുകാരാകണമെന്ന ആഗ്രഹത്തോടെ ആ മാതാവ് ഇന്നും തന്റെ ദൗത്യം തുടരുകയാണ്. സ്വപുത്രന്റെ മരണത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ സഹകരിച്ചതിലൂടെ ലോകം മുഴുവന്റെയും ആത്മീയ ജനനിയായി മാറിയ ആ വത്സല മാതാവിനെ കൂടെ നിർത്തിയാൽ നമ്മുടെ സഹനയാത്രയും യേശുവിൽ എത്തിച്ചേരുന്ന ജൈത്രയാത്രയാകും എന്നത് നിസ്തർക്കം. ജന്മപാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും മാലിന്യമേശാത്ത ഏറ്റവും പരിശുദ്ധ കന്യകയായ ആ അമ്മയ്ക്ക് ദൈവമഹത്വവും മനുഷ്യരക്ഷയും അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒന്നുമില്ല. അമ്മയോടൊപ്പം നമ്മുടെ കുരിശിന്റെ വഴിയും അർത്ഥപൂർണമാക്കാം. അമ്മയിലൂടെ സ്വർഗയാത്രയിൽ സ്ഥിരചിത്തരാകാം.
അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ അഭയം തേടാം.